ഹായ് ഗായ്സ്, ഞണ്ടുമായിട്ടൊരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് സ്വാഗതം. ജോലി കഴിഞ്ഞ് ദീപുമം വന്നത് ഞണ്ടുമായിട്ട് മോർച്ചറി കയറ്റാതെ അതിനെ അപ്പൊ തന്നെ കറി വെക്കാന്നുള്ള പ്ലാനും ആയി. അങ്ങനെ ഞണ്ടിനെ നുള്ളിപ്പറിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സർപ്രൈസ് വരുന്നു. കൊഞ്ചും കണവയൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ഞണ്ടാണ്. അതുപോലെ ഇനിപ്പ് കഴിക്കാത്ത എന്റെ ഫേവറേറ്റ് ഡാർക്ക് ചോക്ലേറ്റും. ഇന്നെല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. ഇനി കിഡ്നി വല്ലതും ചോദിക്കാനാണോ ഈശ്വര? ഗൈസ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റും അകത്താക്കി കുറച്ചു നേരം ധ്യാനത്തിലിരുന്ന് ഞണ്ട് മണിക്ക് ഇറങ്ങി. ഞണ്ട് പല രീതിയിൽ വെക്കും. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ തോരനായിട്ടാണ് വെക്കാറ്. എന്നാൽ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള റോസ്റ്റ് ആണ്. ഇതിന്റെ റെസിപ്പി വീഡിയോ നാളെ ഇടാമേ. ഒടുവിൽ ഞണ്ട് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ യുദ്ധം അടുത്ത ദിവസമാണ്. ഒരു ദിവസം ഇരുന്ന് എരിവും മസാലയെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം കിഡ്ലസ്കി ആയിട്ടുണ്ട്. ജോലി തിരക്ക് കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ വിശാലമായിട്ട് കഴിക്കാനിരുന്നത്. ഞണ്ട് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റിയിട്ട് ചട്ടിയിൽ ചോറിട്ടായിരുന്നു തീറ്റ. ഇത് കണ്ടിക്കുന്നതോ കറി വെക്കുന്നതോ അല്ല ചടങ്ങ്, തിന്നുന്നതാണ് ചടങ്ങ്. ഇവിടെ നിങ്ങളുടെ ടേബിൾ മാനേഴ്സ് ഒന്നും വില പോകില്ല. സ്വന്തമായിട്ടുള്ള രണ്ട് കൈ പറ്റാഞ്ഞിട്ട് അടുത്തുനിന്ന് വാടകയ്ക്ക് എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഈ യുദ്ധം ഞാൻ പല്ലും നഖവും വെച്ച് അതിസാഹസ്യമായി പോരാടി. ഇതിൽ ചന്തുനെ തോപ്പിക്കാനാവില്ല മക്കളെ, കാരണം കൊച്ചിലെ ഞാൻ ഞണ്ട് തിന്നാൻ കേമിയ. അങ്ങനെ യുദ്ധം ജയിച്ചു, ഏമ്പക്കം വിട്ടു. ബൈ ബൈ.